വാർത്ത എന്ന് പറയുന്നത് വെറുതെ അങ്ങ് വായിച്ചു പോകാനുള്ളതല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ മുന്നിൽ കൂടെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അതിൽ എത്രയൊക്കെ കാര്യങ്ങളിൽ നല്ല പോസിറ്റീവായി ഇടപെടൽ നടത്താനാവുമോ അതിലൊക്കെ നമ്മൾ അത് ഇടപെടൽ നടത്തുന്നുമുണ്ട്. 24 അതിന്റെ തുടക്കം തൊട്ട് അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധത എന്നത് ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു തിരിച്ചറിവിലാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ആ വാർത്ത ഇങ്ങനെയാണ്. കൊല്ലം കുട്ടിയത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് വീട്ടുടമ വീട്ടിലേക്കുള്ള വൈദ്യുതിയും ഇന്നലെ വിച്ഛേദിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും വീടിനുള്ളിലായി പോയി. 5ഉം 18ഉം വയസ്സുള്ള കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാതാവ് പോലും വീട്ടിലില്ലാത്ത സമയത്ത് 4 മാസത്തെ വാടക കുടിശ്ശികയുടെ പേരിൽ കുട്ടികളെ വീട്ടിൽ പൂട്ടിയിട്ട ആ സംഭവത്തിൽ വാടക ആര് കൊടുക്കുമെന്ന് പറഞ്ഞു? 24 കൊടുക്കും എന്ന് 24ന്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. അപ്പോൾ ഈ 4 മാസത്തെ വാടക കുടിശ്ശിക ഇമ്മീഡിയറ്റ് ആയിട്ട് 24 കണക്റ്റിന്റെ ഭാഗത്ത് നിന്ന് വീട്ടുടമയ്ക്ക് നൽകും. പക്ഷെ എന്നാലും വീട്ടുടമ ചെയ്തത് ഒട്ടും ശരിയായില്ല. ആ റിപ്പോർട്ട്. ഞങ്ങൾ 4 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അഡ്വാൻസ് എല്ലാം തീർന്നായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഗേറ്റ് പൂട്ടി. 3 ദിവസം മുന്നേ വന്ന് ഒരു ഗേറ്റ് പൂട്ടിയായിരുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്ക് വൈകിട്ട് വന്ന് ഗേറ്റും പൂട്ടി. വെളിയിലത്തെ ഞങ്ങൾ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളവും കളഞ്ഞ് പിന്നെ കരണ്ടും ഓഫ് ചെയ്തിട്ട് പോയി. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് 4 മാസത്തെ വാടക കുടിശ്ശിക നൽകാനുണ്ടെന്നാരോപിച്ച് വീട്ടുടമ 5 വയസ്സും 17 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ വീടിനുള്ളിൽ പൂട്ടിയിട്ടത്. വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ച ശേഷം വെള്ളം തുറന്നുവിടുകയും ചെയ്തു. കുട്ടികളുടെ മാതാവ് വീട്ടിലില്ലാത്ത സമയത്താണ് സംഭവം. രോഗിയായ മാതാവ് വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. സഹായം തേടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയെ കാണാനായി മാതാവ് തൃശൂരിലേക്ക് പോയ സമയത്താണ് വീട്ടുടമയുടെ ക്രൂരത. കുട്ടികളുടെ ദുരിതം 24 പുറംലോകത്തെത്തിച്ചു. പിന്നാലെ വാടക കുടിശ്ശിക 24 അടയ്ക്കുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ പ്രഖ്യാപനം. ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ എത്ര മാസത്തെ വാടക കൊടുക്കാനുള്ളത്? ഇപ്പൊ 4 മാസത്തെ കൊടുക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? വീട്ടുടമസ്ഥന്റെ വീട് അടുത്ത് തന്നെയാണോ? കൊട്ടിയത്താ. കൊട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ ആ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. 24ന് നന്ദി പറഞ്ഞ് മാതാവും കുട്ടികളും. കുട്ടികളെ പൂട്ടിയിട്ട സംഭവത്തിൽ കൊട്ടിയം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. ആർ അരുൺരാജ്, 24 കൊല്ലം. യെസ്, അപ്പോൾ അതാണ് ഇന്നലെ സംഭവിച്ചത്. ആ വാർത്തയുടെ ഒരു അപ്ഡേഷനാണ് പ്രേക്ഷകർക്ക് നൽകിയത്. അപ്പോൾ എന്തായാലും ആ കുടിശ്ശിക നൽകുമെന്ന് ആ സ്പോട്ടിൽ തന്നെ ആർ ശ്രീകണ്ഠൻ നായർ പറയുകയായിരുന്നു. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം, വഴികാതെ നോക്കാം. എന്തായാലും ഇത് അവരറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ വാർത്തയിൽ നമ്മളൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ തുടർ നടപടി ഉണ്ടാകും. പോലീസ് സംഭവങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെ.